നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. നമ്മൾ ആരംഭിക്കുന്നു ഇപ്പോൾ കിട്ടിയത്. മുഖ്യമന്ത്രിക്ക് നേരെ എറണാകുളം പാലാരിവട്ടത്ത് കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നും പ്രതിഷേധം തുടരുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? ഏതെങ്കിലും നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കരിങ്കൊടി പ്രതിഷേധത്തിന്? ഗൂഗിൾ യൂത്ത് കോൺഗ്രസ് KSU സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഇന്ന് പാലാരിവട്ടത്ത് കരിങ്കൊടി കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാനത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ഏറെ ശ്രദ്ധേയമാകുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് കാക്കനാടേക്ക്, അതായത് തൃക്കാക്കരയിലെ നവകേരള സദസ്സിനായി പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുമ്പോഴാണ് ഈ ബസ്സിന് നേരെ കരിങ്കൊടി പ്രയോഗം ഉണ്ടായത്. പോലീസ് സ്റ്റേഷൻ അടുത്താണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് പോലീസ് എത്തി ഈ 5 പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. പാലാരിവട്ടത്താണ്, അതും പോലീസ് സ്റ്റേഷനടുത്താണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയത്. ക്രിസ്മസ് പുതുവത്സര നാളുകളിലെ മദ്യവിൽപ്പനയിൽ വീണ്ടും റെക്കോർഡ് തിരുത്തി മലയാളികൾ. 543 കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റത്. ഡിസംബർ 31 മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. പുതുവത്സര തലേന്നത്തെ മദ്യവിൽപ്പനയിൽ ഒന്നാമത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, എങ്ങനെയാണ് ഈ മദ്യവിൽപ്പനയുടെ കണക്കുകൾ? ഗൂഗിൾ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിനെ സംബന്ധിച്ച മദ്യവിൽപ്പന ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും ഈ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വരുമാനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയെ അപേക്ഷിച്ച വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 543 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ നടന്നത്. ഡിസംബർ 22 മുതൽ 31 വരെയുള്ള കാലയളവിനെയാണ് ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയായി കണക്കാക്കുന്നത്. ആ കാലയളവിലാണ് 543 കോടി രൂപയുടെ വിൽപ്പന നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 516.4 കോടി രൂപയുടെ മദ്യവിൽപ്പന മാത്രമായിരുന്നു നടന്നത്. അങ്ങനെയാണ് അത്തരത്തിലൊരു റെക്കോർഡ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം പവർ ഹൗസിലുള്ള ഔട്ട്ലെറ്റാണ് ഈ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റിൽ മദ്യം വിറ്റിരിക്കുന്നത്. മാത്രമല്ല, ഈ ഡിസംബർ 31 മാത്രം 94.5 കോടി രൂപയുടെ മദ്യം സംസ്ഥാനത്ത് വിറ്റു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 93 കോടിയായിരുന്നു. മാത്രമല്ല, തൊട്ടുപുറകിൽ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് എറണാകുളം ജില്ലയാണ് തൊട്ടുപുറകിലുള്ളത്. എറണാകുളം ജില്ലയിലും വലിയ തരത്തിൽ മദ്യ വിൽപ്പന നടന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 77 ലക്ഷം രൂപയുടെ, എറണാകുളം രവിപുരത്തെ ഔട്ട്ലെറ്റിലാണ് രണ്ടാമത് മദ്യവിൽപ്പന നടന്നിരിക്കുന്നത്. 77 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നിട്ടുണ്ട്. തൊട്ടുപുറകിൽ ഇരിങ്ങാലക്കുടയാണ് 76 ലക്ഷം. ഒപ്പം കൊല്ലം ആശ്രാമത്ത് 73 ലക്ഷം, പയ്യന്നൂർ 71 ലക്ഷം. ഇങ്ങനെയാണ് മദ്യവിൽപ്പന നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസം 70 കോടി രൂപയുടെ മദ്യവിൽപ്പനയും സംസ്ഥാനത്ത് നടന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 20, 22, 23 തീയതികളിലും വലിയ തരത്തിൽ മദ്യവിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 543 കോടി രൂപ ഈ വരുമാനം ലഭിക്കുമ്പോൾ അതിൽ സർക്കാർ ഖജനാവിൽ ഏകദേശം ഇതിന്റെ 90% സർക്കാർ ഖജനാവിലെത്തും. നികുതി കൂടുതലും സർക്കാർ ഖജനാവിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ 450 കോടിയിലധികം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് വരുമാനമായി കിട്ടുന്നത്. എന്തായാലും ഓരോ വർഷത്തെയും അപേക്ഷിച്ച് മദ്യവിൽപ്പന കൂടുമ്പോഴും അത് സർക്കാർ ഖജനാവിന് ലാഭമുണ്ടാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗോകുൽ, ശരി പ്രതീക്ഷ. ഏതായാലും സർക്കാരിന് വരുമാനം എന്ന നിലയിൽ നോക്കുമ്പോൾ ആ കണക്ക് സന്തോഷകരമായിരിക്കും. പക്ഷേ മനുഷ്യരുടെ ആരോഗ്യം, അതിൻ്റെ ഒരു സാമൂഹ്യാഘാതമൊക്കെ നോക്കുമ്പോൾ മദ്യപാനം കൂടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ മദ്യത്തിൻ്റെ ഉയർന്ന കണക്ക്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വിപുലമായ ഒരുക്കങ്ങളുമായി വനംവകുപ്പ്. സന്നിധാനത്ത് 100ഓളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. മല കയറുന്നവർക്ക് വിവിധ സേവനങ്ങൾ നൽകാനും സുരക്ഷ ഒരുക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടാകും. തീർത്ഥാടകർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. അരുൺ, മണ്ഡല പൂജ കഴിഞ്ഞ് മകരവിളക്ക് സീസൺ തുടങ്ങിയപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു മനസ്സിലാക്കുന്നു. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിലേക്ക് വനംവകുപ്പും വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു അല്ലേ? ഇന്നിപ്പോൾ പുതുവത്സര ദിനത്തിൽ ഇന്ന് 4 മണിവരെയുള്ള കണക്ക് പ്രകാരം 65,000-ലധികം തീർത്ഥാടകർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 4,500-ഓളം
തീർത്ഥാടകരെയാണ്, ശബരിമല തീർത്ഥാടകരെയാണ് 18ാം പടി കയറ്റിവിടുന്നത്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ദേവസ്വം ബോർഡും പോലീസും വനംവകുപ്പും ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 100ഓളം ഫോറസ്റ്റ് ഓഫീസർമാരെ സന്നിധാനത്ത് ഡ്യൂട്ടിക്കായി നിയോഗിച്ചുകൊണ്ട് വനം വകുപ്പ് ഉത്തരവിറങ്ങിയിരിക്കുന്നു. റേഞ്ച് ഓഫീസർ, സെക്ഷൻ ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ചർ, 45 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവരെയാണ് സന്നിധാനത്ത് നിയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ തീർത്ഥാടകർക്കുള്ള വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. മകരജ്യോതി കാണാൻ എത്തുന്നവർ വനത്തിനുള്ളിൽ ടെന്റ് കെട്ടി താമസിക്കുന്ന ഒരു പതിവുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. തുടർ ദിവസങ്ങളിൽ, അതായത് ഇന്ന് മുതൽ മകരജ്യോതി വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായ നിരീക്ഷണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മകരജ്യോതി കാണുന്നവർ മരത്തിൽ കയറി ഇരുന്ന് ഇത് ദർശനം നേടുന്നത് അത് ഒഴിവാക്കണം, അപകടമാണ് എന്നും വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, കുട്ടികൾ, പ്രായമായവർ ഇവർ കാനനപാതയിലൂടെയുള്ള സന്ദർശനം അതും ഒഴിവാക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശബരിമല ഒരു കാനന തീർത്ഥാടന കേന്ദ്രമാണ്. അതിനാൽ ഭക്തർ സ്വയം ജാഗ്രത പാലിച്ച് തീർത്ഥാടനം നടത്തണമെന്ന ഒരു മുന്നറിയിപ്പാണ് വനംവകുപ്പ് പ്രധാനമായും നൽകുന്നത്. വഴിയിൽ കാണുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കാനും അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചെങ്കുത്തായ ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കരുതെന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായി പരിസ്ഥിതി സൗഹാർദ്ദ മേഖലയാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്നോ മറ്റോ പുറമേ നിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളോ ശബരിമല ഈ വനത്തിനുള്ളിൽ നിക്ഷേപിക്കരുതെന്നും അത് വലിച്ചെറിയരുതെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ വനംവകുപ്പ് നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഭക്തർക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൂഗിൾ. ശരി, അരുൺ പാറക്കലാണ് സന്നിധാനത്ത് നിന്ന് ചേർന്നത്. ഏതായാലും ഈ മണ്ഡല തീർത്ഥാടന കാലത്ത് ഇപ്പോൾ മകരവിളക്ക് നട തുറന്നപ്പോഴുള്ള വലിയ തിരക്കിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് മകരവിളക്ക് ഉത്സവം ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായുള്ള വിപുലമായ മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ നടത്തിയിരിക്കുന്നു. തീർത്ഥാടകരുടെ തിരക്കിൽ ശബരിമല ഇടത്താവളങ്ങൾ നിറഞ്ഞു. ടോക്കൺ അനുസരിച്ച് വാഹനം കടത്തിവിടുന്നതിൽ തർക്കം. പോലീസ് ഇടപെട്ടിട്ടും തർക്കം തുടരുന്നു. പത്തനംതിട്ട നഗരത്തിൽ അയ്യപ്പ ഭക്തർ റോഡ് ഉപരോധിച്ചു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഈ വഴികൾ തടഞ്ഞിടുന്നത് നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. നിലയ്ക്കൽ ആ റോഡിലും ഒപ്പം ആ ഭാഗത്ത് കണമല ഭാഗങ്ങളിലൊക്കെ തടഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇടത്താവളങ്ങളിൽ അവരെ നിർത്തി നിയന്ത്രിതമായി കടത്തിവിടാനുള്ള ശ്രമം അതും പാളുന്നു, അല്ലെങ്കിൽ അതും പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുകയാണോ? തീർച്ചയായും അത് തന്നെയാണ് ഗോകുല. രാവിലെ റാന്നി അത്തിക്കയം റോട്ടിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ റോഡ് ഉപരോധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പത്തനംതിട്ട ഇടത്താവളത്തിലും ഉച്ചയോടുകൂടി വാഹനങ്ങൾ നിറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 100ഓളം വരുന്ന വാഹനങ്ങൾ, ഇതിന് അത്ര സൗകര്യം ഇവിടെ 100 കണക്കിന് വാഹനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ വാഹനങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഓരോ ടോക്കൺ അനുസരിച്ചാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നതെന്നാണ് പറയുന്നത്. അവിടേക്ക് പോകാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആ പമ്പയും അതുപോലെ തന്നെ നിലയ്ക്കലുമൊക്കെ ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ഇവരെ കൂടി അങ്ങോട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇവർ വഴിയരികിൽ കുടുങ്ങുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഇടത്താവളത്തിലെ ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും അവരെല്ലാവരും തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന അയ്യപ്പ ഭക്തരാണ്. സ്വാഭാവികമായി അവർക്ക് എങ്ങനെയെങ്കിലും പമ്പയിലെത്തണം, പിന്നീട് ദർശനം നടത്തണം, മടങ്ങണം. പക്ഷേ ഇവരെ സംബന്ധിച്ച് എപ്പോൾ സമയം എങ്കേറുന്നത് 7 மணிலேருந்து உள்ளே தான் இருக்குது. எந்த வண்டியும் வெளில ஓடல, வெளியே விடல. எங்கேருந்து வருது? கள்ளக்குறிச்சியிலேருந்து கள்ளக்குறிச்சி பார்க்குற எல்லா நாட்டிலேருந்து வருது. தமிழ்நாடு தண்ணி வசதி இல்லை, பாத்ரூம் வசதி இல்லை, சாப்பாடு இல்லை, ஒன்றும் இல்லை. எந்த ஒரு வசதியும் இல்லாமல் நாங்கள் எல்லாம் சின்ன சின்ன பசங்க, வயசானவங்க போன லேடிஸ் எல்லாம் இருக்கு. எந்த ஒரு வசதி இல்லாமல் அந்த இடத்துல தண்ணி இல்லை, தண்ணி லாக் பண்ணி வச்சிருக்காங்க. டீ குடினாலும் 5 மைல் தூரம் தான் போகணும். തീർച്ചയായും അവർ ചില പരാധീനങ്ങളാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായി ഇടത്താവളങ്ങളിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ ഒരു പരാതി. എന്തായാലും ആളുകൾ ഇപ്പോഴും ഇവിടെ കാത്തുകെട്ടി നിൽക്കുകയാണ്. നിരവധി വാഹനങ്ങൾ ഇപ്പോൾ വിടുന്നുമുണ്ടാവും. കുറേ ആളുകൾ അപ്പുറത്ത് പോലീസ് പത്തനംതിട്ട CI ജിബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരമാവധി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവരും പറയുന്നത് കൂടുതൽ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വടശ്ശേരിക്കര റോഡ് ബ്ലോക്കാവും, അവിടെ പ്രശ്നമാവും, ഇലവങ്കലിലേക്ക് ഇവർക്ക് എത്താൻ കഴിയില്ല, ലാഹ വരെ ഒരുപക്ഷെ ഇവർക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ടോക്കൺ അനുസരിച്ച് 2-3 വാഹനങ്ങളായി ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. ഇവിടെ നിന്ന് പോയാലും ഗോകുൽ സ്വാഭാവികമായി അത് വടശ്ശേരിക്കരയിലോ ലാഹയിലോ ഇലവങ്കലിലോ വെച്ച് തടയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു തിരക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി നിലയ്ക്കലിലേക്ക് എത്തും, അത് പമ്പയിലേക്ക് എത്തും. സ്വാഭാവികമായി അധികൃതർ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കുമ്പോൾ അത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ശ്രീജിത്ത്, ഏതായാലും ശബരിമലയിലേക്കുള്ള യാത്ര നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള
സ്ഥലങ്ങളിലെ റോഡിലെ തിരക്ക് അല്ലെങ്കിൽ തടഞ്ഞിടുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇടത്താവളങ്ങൾ ഭക്തരെ അല്ലെങ്കിൽ തീർത്ഥാടകരെ തടഞ്ഞു നിർത്താൻ അവിടെ നിന്ന് നിയന്ത്രിച്ച് വിടാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെയും അത് പാളുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഇടത്താവളങ്ങളിൽ തടഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഭക്ഷണം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളാണ് ഇപ്പോൾ ഭക്തർ നമ്മളോട് പങ്കുവച്ചത്. കെ സുധാകരൻ, VM സുധീരൻ വാക്പോരിൽ സംസ്ഥാന കോൺഗ്രസിൽ അമർഷം. നേതാക്കന്മാർ അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് VD സതീശൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എൻ്റെ ഒരു പരാമർശവും പ്രതീക്ഷിക്കേണ്ട. എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത്. പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും. ഞാനും കൂടി കയറി അത് പറഞ്ഞ് ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. കെ സുധാകരനും VM സുധീരനും പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. തനിക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആരോടും പറയാറില്ല. കോൺഗ്രസിൽ കൂട്ടായ ചർച്ചകളിലൂടെ ഐക്യം ഉറപ്പാക്കാൻ നേതൃത്വം മുൻകൈയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും വേണമെന്നുള്ളതാണ്. എനിക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനും എതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. ആ ശക്തമായ നിൽക്കുന്ന ജനവികാരത്തെ യോജിപ്പിച്ച് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. പിന്നെ മുതിർന്ന നേതാവായ VM സുധീരന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അല്ലമീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അല്ലമീൻ, വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തകരാകെ ഊർജ്ജസ്വലരായി നിൽക്കുന്ന സമയത്താണ് നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അത് പരസ്യ പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അത് ഒന്ന് നിർത്താൻ അല്ലെങ്കിൽ അതിനൊരു പിടിയിടാൻ വേണ്ടി VD സതീശൻ പറയുന്നുണ്ട് പരസ്യ പ്രതികരണം നിർത്തണമെന്ന്. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമല്ലേ? എനിക്കും പരാതികളുണ്ട്, പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന്. ഗോകുല, രാഷ്ട്രീയമായും സംഘടനാപരമായും ഒരു ഉണർവിന്റെ പാതയിലായിരുന്നു പ്രതിപക്ഷവും കോൺഗ്രസും. പ്രത്യേകിച്ച് സർക്കാരിനെതിരായുള്ള സമരങ്ങൾ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ, അതിലൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ പറ്റിയെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിന്റെ ആത്മവിശ്വാസത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നേതൃത്വം കടക്കാനിരിക്കവെയാണ് കോൺഗ്രസിലെ തലമുതിർന്ന രണ്ടു നേതാക്കൾ തെരുവിൽ ഏറ്റുമുട്ടുന്നതിന് സമാനമായ വാക്പോര് കൊണ്ട് പ്രതിസന്ധി തീട്ടത്. അതിൽ വലിയ അമർഷം പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് മാത്രമല്ല, പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നതിനപ്പുറം രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അനുകൂല സാഹചര്യങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറി എന്നൊരു വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് VM സുധീരൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് പാർട്ടി വേദിയിലാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിന് KPCC അധ്യക്ഷൻ പരസ്യമായി മറുപടി പറഞ്ഞത് ശരിയായില്ല എന്നൊരു വികാരം ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ KPCC അധ്യക്ഷൻ പരസ്യമായി മറുപടി പറഞ്ഞപ്പോൾ അതിന് പ്രതികരണവുമായി രൂക്ഷമായ ഭാഷയിൽ ഒരു പ്രതികരണം VM സുധീരൻ നടത്തുന്നു. ഒരാൾ KPCC അധ്യക്ഷനാണ്, ഒരാൾ മുൻ KPCC അധ്യക്ഷനാണ്. ഉത്തരവാദപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരോ ആ പദവികൾ വഹിച്ചവരോ ആണ്. പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയും പൂർണ്ണ അർത്ഥത്തിൽ നിരാശരാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതൊരിക്കലും പാടില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവായി ഉയരുന്ന വികാരം. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനി തുടർ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗം ചേർന്നുകൊണ്ടും വിവാദങ്ങൾ കൂടുതൽ വഷളാക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അതെത്ര കണ്ട് സാധ്യമാകും അല്ലെങ്കിൽ അതെത്ര കണ്ട് ഉറപ്പിക്കാനാകുമെന്ന കാര്യത്തിൽ നേതൃത്വത്തിന് പോലും സംശയമുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നു തനിക്ക് പരാതിയുണ്ട് എന്ന്. VM സുധീരൻ ആ പരാതികൾ തുറന്നു പറയുന്നു. സുധീരൻ പറയുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതുപോലത്തെ പരാതികളും പരിഭവങ്ങളുമായി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തുണ്ട്. അദ്ദേഹം രംഗപ്രവേശം ചെയ്യുമോ എന്നുള്ളത് പലരും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ പല നേതാക്കൾക്ക്, മുൻനിര നേതാക്കൾക്ക് തന്നെ നേതൃത്വത്തിന്റെ സമീപനങ്ങൾ, അത് ഗ്രൂപ്പ് പോരിന്റെ കാര്യത്തിലായിരുന്നാലും പുനഃസംഘടനാ വിഷയത്തിലായിരുന്നാലും പല പരാതികളുണ്ട്. അവരൊക്കെ സുധീരന്റെ പാത സ്വീകരിച്ച് രംഗത്തേക്ക് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ കലങ്ങി മറിയുമെന്നുള്ളത് നേതൃത്വത്തിന് കൃത്യമായ ഉറപ്പാണ്. അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കൂടുതൽ വഷളാക്കാതെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇടപെടാനാണ് സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത്. അപ്പോഴും VM സുധീരൻ ഹൈക്കമാൻഡിനെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒളിയമ്പുകൾ എയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതു രീതിയിലായിരിക്കും ഈ വിഷയം പരിഹരിക്കാനുള്ള നേതൃത്വത്തിന്റെ ഇടപെടലുകളും തുടർ നീക്കങ്ങളും എന്നുള്ളത് പ്രവർത്തകർ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ശരി അമീൻ, ഏതായാലും നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസവും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ പ്രവർത്തകരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധങ്ങൾ, സമരങ്ങളിലൊക്കെ ഊർജ്ജസ്വലമായി സംഘടനാ സംവിധാനം മാറിക്കൊണ്ടിരുന്ന സമയത്താണ് നേതാക്കൾ തമ്മിലുള്ള ഈ പോര്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തിയ 1 കിലോ സ്വർണം പോലീസ് പിടികൂടി. 3 പേരെ കസ്റ്റഡിയിലെടുത്തു. മിക്സർ ഗ്രൈൻഡറിനുള്ളിൽ ഒളിപ്പിച്ചാണ് പ്രതികൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 3 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്.
ഒന്ന്, സ്വർണം കടത്താൻ ശ്രമിച്ച കരുവാങ്കല്ല് സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്ന 49കാരനും ഒപ്പം തന്നെ വാണിയമ്പലം സ്വദേശി നൗഫൽ ബാബു എന്ന് പറയുന്നയാളും അതോടൊപ്പം തന്നെ ഈ സ്വർണം കടത്തിയ കരുവാരക്കുണ്ട് സ്വദേശി ഫിറോസ് എന്ന് പറയുന്ന 3 പേരുമാണ് ഇത്തരത്തിൽ പിടിയിലായിരിക്കുന്നത്. ഈ മിക്സിയുടെ അകത്ത് സ്വർണം ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് പുറത്തെത്തിയ ഫിറോസ് എന്ന യാത്രക്കാരനായി നിന്നാണ് അത്തരത്തിൽ 1 കിലോയോളം സ്വർണം പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാളിൽ നിന്ന് പിടികൂടിയ സ്വർണത്തിന് 63,87,000 രൂപയുടെ മൂല്യമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഏതായാലും കരിപ്പൂരിൽ കസ്റ്റംസിന് പരിശോധന കഴിഞ്ഞു പുറത്തെത്തിയ യാത്രക്കാരിൽ നിന്ന് സ്വർണം പിടികൂടിയത് കസ്റ്റംസും പോലീസും ഗൗരവത്തോടെയാണ് കാണുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് കരിപ്പൂരിലെ സ്വർണ്ണവേട്ടയുടെ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർ വെട്ടിപ്പരുക്കേൽപ്പിച്ചെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പരാതി. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം നരുവാമൂടി യൂണിറ്റ് പ്രസിഡന്റ് അജേഷാണ് ആരോപണം ഉന്നയിച്ചത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, എന്തെങ്കിലും സംഘർഷം ഉണ്ടായോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഗോകുൽ, ഈ നിലവിൽ ഈ നരുവാമൂട് എന്ന് പറയുന്ന പ്രദേശം ഈ DYFI BJP സംഘർഷം സ്ഥിരമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ ഫലമായി ഇത്തരത്തിൽ വിയോജിപ്പുകളുടെ ഫലമായി നിരവധി സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇന്നലെ ഈ പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ 4 പാർട്ടി പ്രവർത്തകർ ഈ പാർട്ടിക്കുള്ളിൽ ഈ പാർട്ടിയുടെ കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. CPMന്റെ കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ 4 BJP പ്രാദേശിക നേതാക്കൾ അവിടേക്ക് എത്തുന്നു. അവരുടെ മാരകായുധങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്ന സമയത്ത് ഇവരുമായി ചെറിയ വാക്കുതർക്കം ഏർപ്പെടുത്തുന്നു. ഇതിൽ ഈ DYFI പ്രവർത്തകർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവർ മാരകായുധങ്ങൾ ഉൾപ്പെടെയായി ഇവിടേക്ക് എത്തുന്നതും തങ്ങളെ പ്രകോപിപ്പിക്കുന്നതും. പിന്നീട് അത് ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പാർട്ടി പ്രവർത്തകരും മറ്റു നാട്ടുകാരും ഇടപെട്ട് അത് വലിയൊരു സംഘർഷത്തിലേക്ക് മാറിയില്ല. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ ഇതിന്റെ ബാക്കിയായി ഈ നരുവാമൂട് DYFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അജേഷിനെ ഈ പ്രവർത്തകർ BJP പ്രവർത്തകർ ആക്രമിച്ചെന്നാണ് നരുവാമൂടി യൂണിറ്റ് പ്രസിഡന്റ് അജേഷിന്റെയാണ് പരാതി. പ്രതിഷേധിക്കുന്നവരെ തല്ലിയൊതുക്കുന്നത് വിപ്ലവമല്ലെന്ന് G സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന് P ജയരാജൻ. പാർട്ടി പ്രവർത്തകർ വിനീതരായി പെരുമാറണം, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി തിരുത്തുമെന്നും P ജയരാജൻ പറഞ്ഞു. ജനങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢതരമാക്കണം. അതിലെന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതത് സ്ഥലത്ത് ചർച്ച ചെയ്യും, പരിഹരിക്കും. അതുകൊണ്ട് ജനങ്ങളോട് അധികാര ഗർവോടുകൂടി പെരുമാറുകയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്. പാർട്ടി തന്നെ അംഗീകരിച്ച കാര്യമാണ്. അതനുസരിച്ച് എവിടെയെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ, തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ആ പാർട്ടിക്കകത്ത് തെറ്റ് തിരുത്തൽ പ്രസ്ഥാനം, ആ കറക്ഷണൽ പ്രോസസ്സ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ രാജിവെച്ചു. UDFിലെ ധാരണപ്രകാരം മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് കൈമാറാനാണ് രാജി. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ലീഗ് രാജി ആവശ്യപ്പെടുക തന്നെ ചെയ്തതാണ്. പുതിയ മേയറെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ലീഗിൽ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ? ഗോകുൽ, 2.5 വർഷം വീതം കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പങ്കിടാനായിരുന്നു UDFിലെ ധാരണ. പക്ഷേ ആ ധാരണ യഥാർത്ഥത്തിൽ നടപ്പായില്ല. 3 വർഷം പിന്നിടുന്നു. ആദ്യഘട്ടത്തിൽ രാജിക്ക് കോൺഗ്രസ് വഴങ്ങിയില്ല, പ്രത്യേകിച്ച് മേയർ TO മോഹനനും വഴങ്ങിയില്ല. പക്ഷേ ഒടുവിൽ UDFിൽ പിന്നീട് മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ട് ചർച്ചകൾ നടത്തി ഒടുവിൽ ആ ധാരണ പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനിയുള്ള ബാക്കി കാലയളവ് ലീഗിനാണ് മേയർ പദവി. ലീഗിൻ്റെ മേയർ പദവി ആരെയായിരിക്കും നിശ്ചയിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ അന്തിമ ധാരണ UDFിന് ഉണ്ടായിട്ടില്ല. മുസ്ലിം മഠത്തിൽ എന്ന കൗൺസിലറെയാണ് ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത്. പക്ഷേ അന്തിമ തീരുമാനം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമായിരിക്കും എടുക്കുക. 2 ആഴ്ചയ്ക്കകം മേയറെ നിശ്ചയിച്ച് അറിയിക്കും എന്നതാണ് തീരുമാനമെടുക്കും. അതിനുശേഷം പിന്നീട് ചുമതലയേൽക്കും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് TO മോഹനൻ 3 വർഷത്തെ കാലയളവ് പൂർത്തിയാക്കി രാജിവെച്ചു. ഇതോടുകൂടി കോർപ്പറേഷനിലെ മറ്റ് പദവികളിലും മാറ്റം ഉണ്ടാകും. ഡെപ്യൂട്ടി മേയർ പദവിയും കോൺഗ്രസിന് ലഭിക്കും. മേയർ പദവിയും ലീഗിൽ ലഭിക്കുന്നതോടുകൂടി ഡെപ്യൂട്ടി മേയർ പദവിയും വെച്ച് മാറും. അങ്ങനെ നേരത്തെ തന്നെ ഈ ഭരണം UDFിന് ലഭിച്ചതിന് പിന്നാലെ തന്നെ UDFിനകത്തുണ്ടായ ഒരു ധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ണൂർ മേയർ TO മോഹനൻ രാജി നൽകിയത്. ഗോകുൽ. ശരി സജോ, ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ TO മോഹനൻ രാജിവെച്ചു. ഇനി ഊഴം മുസ്ലിം ലീഗിൻ്റെതാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റിന ചെറിയാനെത്തും. നമസ്കാരം.